കളിമണ്ണ് റിലീസായ ടൈമിലൊക്കെ ഒരുപാട് നെഗറ്റീവ് പറഞ്ഞവരും, അതുപോലെ തന്നെ ഇപ്പോൾ ഇതൊക്കെ അത്ര വലിയ കാര്യമാണോ, വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ലേ, ചിലർ പ്രസവിക്കുന്നത് 800-700 ഗ്രാമിൽ, പ്രസവം അത് മാസം മുറ 7 ദിവസമാണെങ്കിൽ ആ 7 ദിവസം പെയിൻ കാണും, ചിലർക്ക് ആദ്യത്തെ 2 ദിവസം. ആ സ്ത്രീക്ക് അവളുടെ ജീവിതത്തിലെ ധന്യമായ മുഹൂർത്തം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്ന്. കഴിഞ്ഞ ദിവസം ദിയ കൃഷ്ണ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ആ ഒരു വീഡിയോ ബർത്ത് വ്ളോഗ് അവരുടെ ചാനലിൽ തന്നെ 51 മിനിറ്റ് ദൈർഘ്യമുള്ള ആ ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്തു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 60 മില്യൺ ആളുകളാണ് കണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇപ്പോൾ ആളുകളുടെ മനോഭാവം തന്നെ വളരെയധികം മാറിയിരിക്കുന്നു. എല്ലാവരും മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആ ഒരു വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റ് ബോക്സിലും ഒത്തിരി പേർ പറയുന്നത് പോസിറ്റീവ് കമൻസുകളാണ്. കാരണം ഇന്ന് ഈ ഒരു സമൂഹത്തിൽ അമ്മയ്ക്കോ പെങ്ങൾക്കോ യാതൊരു വിലയും കൽപ്പിക്കാത്ത സമൂഹമാണ്. പെണ്ണിന് എന്ത് വില എന്നാണ് കൊടുക്കേണ്ടത് എന്നുള്ള ചോദ്യങ്ങളാണ് പലരും ചോദിക്കുന്നത്. അതിനൊക്കെയുള്ള മറുപടിയാണ് ഈ ഒരു വ്ളോഗ്. അതായത് ഒരു പെണ്ണ് എത്രമാത്രം വേദന സഹിച്ചാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് എന്ന് ലഘുവായി, അല്ലെങ്കിൽ ആ ഒരു ടൈമിലെ കുറച്ച് സമയം, ആ ഒരു 51 മിനിറ്റ് മാത്രമാണെങ്കിലും, എത്ര പേർ കൂടെ ഉണ്ടെങ്കിലും, എത്ര വേണ്ടപ്പെട്ടവർ അടുത്തുണ്ടെങ്കിൽ പോലും അവരുടെ സ്വന്തമായിട്ട് ശാരീരികമായിട്ട് അനുഭവിക്കുന്ന ആ ഒരു വേദന, ആ ഒറ്റയ്ക്ക് ആ ഒരു കുറച്ച് സമയത്ത് അനുഭവിക്കുന്ന ആ ഒരു വേദനയുടെ ആ ഒരു ദൈർഘ്യം എന്താണെന്ന് നമ്മൾ എല്ലാ പ്രേക്ഷകർക്കും ആ ഒരു വ്ളോഗിലൂടെ അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിലൂടെ എത്തിച്ച് തന്നിരിക്കുകയാണ് നമ്മുടെ ദിയ കൃഷ്ണ. അതിൽ നിന്നും ഓരോ ആൺമക്കളും അല്ലെങ്കിൽ ഓരോ പെൺമക്കളും മനസ്സിലാക്കേണ്ടത് എത്രമാത്രം വേദനിച്ചാണ് തനിക്ക് ജന്മം നൽകിയിരിക്കുന്നത് എന്നുള്ളതും, അമ്മയ്ക്ക് കൊടുക്കേണ്ട ആ ഒരു ബഹുമാനം, ആ ഒരു സ്നേഹം കൂടിയാണ്. ഞാനിത് പറയാൻ കാര്യം, ഒരു ടൈമിൽ നമ്മുടെ ശ്വേതോമേനോൻ്റെ കളിമണ്ണ് എന്നുള്ള ചിത്രം, ആ ഒരു ചിത്രം വന്ന ടൈമിൽ അവരുടെ പ്രസവ വീഡിയോ അതിലൂടെ പകർത്തി എന്നും പറഞ്ഞിട്ട് ഒട്ടനേകം പേരാണ് കമൻറ്റ് ബോക്സിലും അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ്സുമായിട്ട് വന്നിരുന്നത്. അന്നത്തെ ആ ഒരു മനോഭാവത്തിൽ നിന്നും എത്രയോ മാറിയാണ് ഇന്ന് ആൾക്കാർ ചിന്തിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, അതിനുശേഷം നമ്മുടെ പേളിമാണിയുടെ വീഡിയോയും വളരെയധികം നെഗറ്റീവ് കമൻസിലൂടെയാണ് കടന്നു പോയത്. ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇന്ന് ഈ ദിയ കൃഷ്ണയുടെ വീഡിയോ വൈറലായത്. മിനിറ്റുകൾക്കുള്ളിലാണ് വൈറലായി മാറിയത്. 60 മില്യൺ ആൾക്കാരിൽ കൂടുതലാണ് ഇപ്പോൾ ആ ഒരു വീഡിയോ ട്രെൻഡിങ് ലിസ്റ്റിൽ എത്തിയിരിക്കുന്നത്. കാരണം അത്രയും ജനങ്ങൾ, ഒത്തിരി പേര് പോസിറ്റീവ് പറഞ്ഞെങ്കിലും ആ ഒരു പോസിറ്റീവ് കമൻറ്റിലൂടെ ഒരുപാട് പേരുടെ തിരിച്ചറിവാണ് പുറത്തു വന്നിരിക്കുന്നത്. അവർ പറയുന്ന ഓരോ കാര്യങ്ങളും അവരുടെ തിരിച്ചറിവ് മാത്രമാണ്. തിരിച്ചറിവ് മാത്രം എന്ന് പറയാൻ പറ്റത്തില്ല, അത് അവരുടെ ലൈഫിലെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ് കൂടി ആയിരിക്കും. ഇതിനെല്ലാം കാരണം ദിയയുടെ ആ ഒരു വ്ളോഗ് കൂടിയാണ്. ആ ഒരു വ്ളോഗിന് അല്ലെങ്കിൽ ആ ഒരു വീഡിയോയ്ക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് കാണാം. ഈ കളിമണ്ണ് ആ ഒരു ടൈമിൽ, അതായത് കളിമണ്ണ് റിലീസായ ടൈമിലൊക്കെ ഒരുപാട് നെഗറ്റീവ് പറഞ്ഞവരും, അതുപോലെ തന്നെ പേളിമാണിയുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് നെഗറ്റീവ് വരും. അന്ന് ആ ഒരു മനോഭാവത്തിൽ കടന്നു പോയവരാണ് ഇന്ന് അതേ സംഭവം നടന്നപ്പോൾ തന്നെ പോസിറ്റീവ് കമൻറ്റുമായി വന്നിരിക്കുന്നത്. ഇതിലൊരു കാര്യം മനസ്സിലാക്കാം, ഇന്ന് ജനങ്ങളുടെ മാറ്റം. അന്നത്തെ സമൂഹത്തിന് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അന്ന് അവർ പറയുന്നത് സ്ത്രീകൾ 4 ചുമരിനുള്ളിലാണ്. അവരെന്ന് പറഞ്ഞാൽ അവരുടെ പ്രസവകാലം അല്ലെങ്കിൽ പ്രസവ ആ ഒരു ദിവസം ഒന്നും പുറത്തിൽ കാണിക്കേണ്ടതൊന്നുമല്ല. ഇതെല്ലാം 4 ചുവരിനുള്ളിൽ ഒതുങ്ങി കൂടേണ്ടതാണ് എന്നൊക്കെയുള്ള മനോഭാവമാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ദിയ കൃഷ്ണ ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് കുറച്ച് നെഗറ്റീവ്സുമായി വന്നു. കാര്യം വേറൊന്നുമല്ല, ഇത് അവരുടെ റീച്ചിന് വേണ്ടിയിട്ടാണ്, ഒരുപാട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ. പക്ഷേ കാര്യം എന്തൊക്കെ ആയിക്കോട്ടെ, അതായത് അവർക്ക് പൈസ കിട്ടാനായിരിക്കാം, ചിലപ്പോൾ റീച്ചിന് വേണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ദിവസത്തെ ആ ഒരു മൊമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ദിവസം സംഭവിച്ച കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിൽ നിന്നും പോവണ്ട, എന്നും ഓർക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. എന്തോ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ അതിനെ ഒരു പോസിറ്റീവ് ഉദ്ദേശത്തോടെ മാത്രമേ എടുക്കാവൂ. അതിലുള്ള ആ ഒരു പോസിറ്റീവ് കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആ കുട്ടി എത്രമാത്രം വേദന അനുഭവിച്ചു, അതുപോലെയാണ് ഓരോ സ്ത്രീകളും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
പിന്നെ കുറച്ച് പേര് പറഞ്ഞൊരു കാര്യമുണ്ട്. മേക്കപ്പ് ഇട്ടാണ് ദിയ കൃഷ്ണ പ്രസവ റൂമിലേക്ക് കേറിയതെന്ന്. അത് അവരവരുടെ ഇഷ്ടമാണ്. അവർ ആ ഒരു ടൈമില്, അതായത് ആ ഒരു ഡെലിവറി ഡേ ആണെന്നറിയാം. ആ ഒരു ടൈമില് മേക്കപ്പ് ഇട്ടാല് യാതൊരു തരത്തിലുള്ള ഒരു കുഴപ്പങ്ങളും ആ കുട്ടിക്ക് വരത്തില്ല എന്ന് ഡോക്ടറിന്റെ ആ ഒരു പ്രിക്കോഷൻ ഉള്ളത് കൊണ്ടാണല്ലോ ആ കുട്ടി മേക്കപ്പ് ഇട്ടത്. അതും വലുതായിട്ട് മേക്കപ്പായിട്ട് ഇട്ടിട്ടില്ല. ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക് എന്തോ ആണ് ആ കുട്ടി ഇട്ടിരിക്കുന്നത്. അതില് വിമർശനങ്ങൾ പറയുന്നവര് വരെയുണ്ട്. നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളെന്ന് പറഞ്ഞാൽ എവിടെ എന്ത് നെഗറ്റീവ്സ് ഉണ്ട് അതിനെ ഇങ്ങനെ കണ്ടുപിടിക്കാതിരിക്കുന്ന ആൾക്കാരാണ്. എങ്കിൽ പോലും ഞാൻ പറയുന്നത്, ഈ ഒരു ഡേയിൽ ആ കുട്ടി മേക്കപ്പ് ഇട്ടെങ്കിൽ അതെന്തായാലും ഡോക്ടറിന്റെ ശുപാർശ കാണുമല്ലോ. ഡോക്ടർ എന്തായാലും പറഞ്ഞു കാണുമല്ലോ, പാടില്ലെങ്കിൽ പാടില്ല എന്ന് തന്നെ പറഞ്ഞു കാണും. അപ്പോൾ എന്തായാലും ഡോക്ടറിന് ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കാം ആ കുട്ടി ആ ഒരു ടൈമിൽ മേക്കപ്പ് ഇട്ടത്. അത് അവരവരുടെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. നമുക്കിപ്പോൾ ഏത് ഡ്രസ്സ് ധരിക്കണം, നമ്മൾ എങ്ങനെ നടക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അത് ഓരോരുത്തർക്കും അവരുടേതായ സ്വാതന്ത്ര്യമാണ്. അതുപോലെ ആ കുട്ടിയുടെ ഇഷ്ടമാണ്. അതിനെ നമ്മൾ നെഗറ്റീവ്സ് പറയേണ്ട ആവശ്യം ഇല്ല. പിന്നീടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരുടെ പ്രസവ സമയത്ത് ഇവർക്ക് സാധാരണക്കാരിൽ നിന്നും ഇവരിൽ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം, ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു ഫാമിലിയാണ്. അതുപോലെ തന്നെ സാധാരണക്കാരിൽ നിന്നും എല്ലാവരെയും ഇങ്ങനെ ഡെലിവറി റൂമിനകത്ത് കയറ്റേണ്ട ആ ഒരു സാഹചര്യമൊന്നും ആരുടെ ലൈഫിലും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവരുടെ കേസിൽ ഇവരുടെ ഫാമിലി ഒട്ടും എല്ലാവരും തന്നെ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു ഡെലിവറി ടൈമിൽ ആ ഒരു റൂമിനകത്ത് എല്ലാവർക്കും വേണ്ടപ്പെട്ട എല്ലാവരും തന്നെ അടുത്തുണ്ടായിരുന്നു. സാധാരണക്കാരെ അപേക്ഷിച്ച് ഇങ്ങനത്തെ ഒരു സാഹചര്യം വരണമെന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും, എത്ര പേര് നമ്മുടെ അടുത്തുണ്ടെന്ന് പറഞ്ഞാലും, നമ്മുടെ ലേബർ റൂമിനകത്ത് അനുഭവിക്കുന്ന ആ ഒരു വേദന നമ്മൾ മാത്രമാണ്. അതിൽ ആർക്കും ഒരു പങ്കില്ല. ആ ഒരു വേദന എത്രമാത്രമാണ് അനുഭവിക്കുന്നതെന്ന് ആ കുട്ടിക്ക് മാത്രം. നമ്മൾ മാനസികമായിട്ട് നമ്മളെ സമാധാനിപ്പിക്കാനൊക്കെ എല്ലാവരും ചുറ്റും കാണും. പക്ഷേ ശാരീരികമായിട്ട് ആ ഒരു വേദന അനുഭവിക്കുന്നത് ആ ഒരൊറ്റ വ്യക്തി മാത്രമാണ്. അത് പലർക്കും പല രീതിയിലാണ് ആ ഒരു വേദനയുടെ ദൈർഘ്യം. ചിലർക്ക് 2 ദിവസത്തോളം ഇങ്ങനെ വേദന നിന്നിട്ടായിരിക്കാം ചിലർ പ്രസവിക്കുന്നത്. ചിലർ 1 ദിവസത്തോളം. അല്ലെങ്കിൽ ചിലർ കുറച്ച് മണിക്കൂറുകൾ മാത്രമായിരിക്കും അവർക്ക് ആ വേദന നിൽക്കുന്നത്. അത് കഴിഞ്ഞ് അവർ പ്രസവിക്കും. ചിലർ അത്രയും നേരം ഇരുന്നിട്ടും പ്രസവിക്കാതെ പിന്നെ അത് സി സെക്ഷനിലേക്ക് മാറുകയും പിന്നെ സി സെക്ഷൻ വഴി കുഞ്ഞിനെ പുറത്തെടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ് ഈ പ്രസവം എന്ന് പറയുന്നത്. അതിനെ വെറുതെ ഒരു ചെറിയൊരു കാര്യമായിട്ട് ആരും തന്നെ കാണാൻ പാടില്ല. ഓരോരുത്തരും ഓരോ രീതിയിലാണ് വേദന അനുഭവിച്ച് പ്രസവിക്കുന്നത്. പലരും മണിക്കൂറുകളും ദിവസങ്ങളും അല്ലെങ്കിൽ ആ ഒരു കുറച്ച് ടൈമിലെ വേദന പോലും ഒരുപാട് സമയത്ത് വേദന അത്രയും അനുഭവം ആണ് അവരുടെ ഉള്ളിൽ അനുഭവിക്കുന്നത്. ആ ഒരു രീതിയിലായിരിക്കും. അങ്ങനെ പലരും പല രീതിയിലാണ് വേദന തിന്ന് തന്നെയാണ് എല്ലാവരും പ്രസവിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇതിനെ നമ്മൾ ചെറുതായിട്ട് കാണാൻ പാടില്ല. പ്രസവത്തിനെ നമ്മൾ കുഞ്ഞായിട്ട് അയ്യോ ഇത്രയേ ഉള്ളോ, ഒരു ചെറിയ പ്രസവം അങ്ങനെ ഒരിക്കലും കാണാൻ പാടില്ല. സ്ത്രീകളെ ബഹുമാനിക്കണം. ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്നതല്ല. എങ്കിലും എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് പോസിറ്റീവിൻ്റെ ഇടയിൽ കുറച്ച് കുറച്ച് നെഗറ്റീവ് കമൻറ്റ്സ് ദിയ കൃഷ്ണയുടെ ആ വ്ളോഗിന് താഴെ വന്നത് കൊണ്ടുമാണ് ഞാനൊരു നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞ് ഇത്രയും കാര്യങ്ങളൊന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ട് ഇത്രയെങ്കിലും പറയണമല്ലോ. അതുകൊണ്ടാണ്. ഇത്രയെങ്കിലും ബുദ്ധിമുട്ടിയാണ് ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് വരുന്നത് എന്ന്. അല്ലാതെ വെറുതെ ഒരു കുഞ്ഞ് നമ്മുടെ ലൈഫിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തിലേക്ക് പുറത്തോട്ട് വരും എന്നല്ല. കുറച്ചെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഓരോ കുഞ്ഞുങ്ങളും ഈ ലോകത്തിലേക്ക് വരുന്നത് എന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ചിലർ പറയും ആന പ്രസവിക്കുന്നില്ലേ, പുലി പ്രസവിക്കുന്നില്ലേ, കാട്ടുപോത്ത് പ്രസവിക്കുന്നില്ലേ, പിന്നെ എന്താ ഒരു പെണ്ണിനെ പ്രസവിച്ചാൽ എന്ന്. ഇതൊക്കെ അത്ര വലിയ കാര്യമാണോ? വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ലേ എന്ന് വരെ പറയുന്ന ജനങ്ങളുണ്ട്. ഇവരോടൊക്കെ എനിക്ക് പറയാൻ, ഇവർക്കൊന്നും തലച്ചോറില്ലാത്ത ആളുകളാണോ ഇവരൊക്കെ? എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ. ഇങ്ങനെ പറയുന്നവരോട് നമുക്കൊന്നും വേറെ പറയാൻ സാധിക്കുന്നില്ല. അവർക്കൊന്നും തലച്ചോറില്ല. ചിന്തിക്കാനുള്ള തലച്ചോറില്ലാത്തവരാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നീട് ചിലർ പറയുന്നത് കേട്ടു, ഇത്രയും ഒരു പ്രസവ വീഡിയോ ഇട്ടവർക്ക് പിന്നെ എന്തുകൊണ്ട് പ്രസവം എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളൊരു വീഡിയോ ഇട്ടൂടാ എന്ന് പറയുന്ന കൂട്ടരും ഉണ്ടായിരുന്നു. അതിന് ഞാൻ റിപ്ലൈ തരാം. എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രസവം ഉണ്ടാവുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീയും ഒരു പുരുഷനും സ്വയം ആയിട്ട് തുല്യ പങ്കാളിത്തത്തിൽ നടക്കുന്ന കാര്യമാണ്. അത് സ്ത്രീക്കും പുരുഷനും ഒരു ബോധവൽക്കരണ ക്ലാസ്സോ അല്ലെങ്കിൽ അതിനൊരു അവബോധം കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. അത് അവർക്ക് 2 പേർക്കും തുല്യമായി പങ്കാളിത്തത്തോടെയുള്ള ഒരു പരിപാടിയാണ് പ്രസവം എങ്ങനെ നടക്കുന്നു എന്നുള്ളത്. പക്ഷേ പ്രസവം എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത്. പക്ഷേ പ്രസവം എന്ന് പറയുമ്പോൾ ആ ഒരു പ്രസവം ഉണ്ടാവുന്നത് സ്ത്രീയും പുരുഷനും തുല്യ പങ്കാളിത്തത്തിലാണെങ്കിലും പ്രസവിക്കുന്നത് സ്ത്രീ ഒറ്റയ്ക്കാണ്. അവിടെ പുരുഷനല്ല.
അവിടെ ആ ഒരു വേദന എന്താന്ന് പോലും അറിയാത്ത ഒരു വ്യക്തിയാണ് പുരുഷൻ എന്ന് പറഞ്ഞാല്. അതെന്താണെന്ന് ഫുള്ളും മനസ്സിലാക്കുന്നതും ആ ഒരു ടൈമിലെ വേദന ഫുള്ളും തിന്നുന്നതും എല്ലാം സ്ത്രീകൾ മാത്രമാണ്. ദിയ കൃഷ്ണ പ്രസവിക്കുന്ന ആ ഒരു ടൈമിലെ മുഖഭാവം ശ്രദ്ധിച്ചാൽ തന്നെ എത്രമാത്രം വേദന തിങ്ങി, എത്രത്തോളം പുഷ് എടുത്തിട്ടാണ് ആ ഒരു കുഞ്ഞ് എത്രത്തോളം ഫുൾ എനർജി ആ ഒരു ടൈമിൽ പറയുന്നുണ്ട്. ആ ഒരു കുഞ്ഞ് വെളിയിൽ വന്നതിന് ശേഷം സീറോ എനർജിയിലാണ് താൻ നിൽക്കുന്നത് എന്ന്. കാര്യം അത്രമാത്രം എനർജി ഫുള്ള് കൊടുത്ത് പുഷ് ചെയ്ത് കുഞ്ഞ് വെളിയിൽ വന്നതാണ്. അപ്പോൾ ആ കുട്ടിയുടെ ശരീരത്തിൽ ഒരു തുള്ളി എനർജി പിന്നീടില്ല. അത്രമാത്രം എഫേർട്ട് എടുത്താണ് ഒരു കുഞ്ഞിനെ ജന്മം കൊടുത്തിരിക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ. എല്ലാ സ്ത്രീകളും അങ്ങനെ തന്നെ. അതുപോലെ തന്നെ പെൺമക്കളായാലും അമ്മമാരെ വെറുതെ കുറ്റം പറയുന്നവരായാലും അവർ മനസ്സിലാക്കണം ഇത്രമാത്രം വേദനിച്ചിട്ടാണ് നമ്മളെല്ലാം പുറത്ത് വന്നത് എന്ന്. ഓരോ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും എല്ലാവരും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. മാത്രവുമല്ല ഗർഭകാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരുണ്ട്. അത് മാത്രമല്ല പ്രസവിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തീർന്നെന്നാണോ? അല്ല. ഉറക്കമില്ലായ്മ, കുഞ്ഞിന് പാല് കൊടുക്കണം, അതിൻ്റെ ബുദ്ധിമുട്ട് കാണും. പിന്നെ ചിലർക്കാണെങ്കിൽ പാല് കാണത്തില്ല. പിന്നെ കുഞ്ഞ് ഉറങ്ങാറില്ല. അപ്പോൾ കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കണം. അങ്ങനെ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. നമുക്ക് കറക്റ്റായിട്ട് ഫുഡ് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് പിന്നെ സ്റ്റിച്ചിൻ്റെ പെയിന്, സ്റ്റിച്ച് കാരണം നടക്കുമ്പോഴൊക്കെ ഭയങ്കര വേദന. അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് അത് കഴിഞ്ഞും സ്ത്രീകൾ അനുഭവിക്കുന്നത്. പ്രസവിച്ച് കഴിഞ്ഞാൽ അതോടെ എല്ലാം കഴിഞ്ഞു എന്നല്ല. അത് കഴിഞ്ഞും കുഞ്ഞിനെ ഒരു സമയം വരെ നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ ഒരുപാട് വേദനകൾ അനുഭവിച്ച് തന്നെയാണ് ഓരോ അമ്മമാരും അവരുടെ കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നത്. ഇതുപോലെ തന്നെയാണ് മാസമുറയുടെ കാര്യങ്ങൾ. ആണുങ്ങൾ പറയും, "ഓ നീ മാത്രമാണോ ഈ ലോകത്തെ മാസമുറ അനുഭവിക്കുന്നത്? എല്ലാ സ്ത്രീകളും നിന്നെപ്പോലെയല്ലേന്ന്." അങ്ങനെയല്ല. ഓരോരുത്തരുടെ വേദന ഓരോന്നാണ്. ഓരോരുത്തർ അനുഭവിക്കുന്ന വേദന ഓരോന്നാണ്. ചിലർക്ക് കുറേ സമയത്ത് നല്ല പെയിൻ കാണും. ചിലർക്ക് കുറച്ച് ടൈമേ കാണത്തുള്ളൂ. ചിലർക്ക് പെയിനേ കാണില്ല. ചിലർക്ക് ഈ ഒരു 7 ദിവസം ഉണ്ടെങ്കിൽ മാസമുറ 7 ദിവസമാണെങ്കിൽ ആ 7 ദിവസം പെയിൻ കാണും. ചിലർക്ക് ആദ്യത്തെ 2 ദിവസം. ആ 2 ദിവസം തന്നെ മരണതുല്യമായിട്ടുള്ള വേദനയായിരിക്കും. പക്ഷെ അതിനെ വെറുതെ ഇങ്ങനെ നിനക്ക് മാത്രമേ ഉള്ളൂ എന്ന് പരിഹസിക്കാതെ അവർക്ക് ഒരു സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. ആ പോട്ടെ വേദന മാറും എന്നുള്ളൊരു സപ്പോർട്ടാണ് അവർക്ക് ആവശ്യം. ആ ഒരു ടൈമിൽ അത്രയും നല്ലൊരു വാക്ക് പറഞ്ഞില്ലെങ്കിലും കുറ്റപ്പെടുത്താതിരിക്കുക. സ്ത്രീകൾക്ക് അവരുടേതായ ബഹുമാനവും ആ ഒരു സ്നേഹവും എല്ലാവരും കൊടുക്കും. കുഞ്ഞുങ്ങളെ ചിലർ പ്രസവിക്കുന്നത് 800-700 ഗ്രാമിൽ പ്രസവം, അതായത് 10 മാസം പൂർത്തിയാവുന്നതിന് മുമ്പേ നേരത്തെ പ്രസവിക്കും. അങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ ഈ 800-700 ഗ്രാമുള്ള കുഞ്ഞിനെ വളർത്തി എങ്ങനെയെങ്കിലും 2 കിലോ ആക്കാൻ പെടുന്ന ബുദ്ധിമുട്ട് അത് ചില സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ പലരുടെയും ഡെലിവറി സ്റ്റോറി അല്ലെങ്കിൽ ഗർഭിണിയാവുന്നത് മുതൽ കുഞ്ഞിനൊരു 3-3.5 വയസ്സ് അല്ലെങ്കിൽ ഒരു 4-5 വയസ്സ് വരെ കുഞ്ഞിനെ എത്തിക്കാൻ പെടുന്ന ആ ഒരു ആ ഒരു വേദന അത് ഒരിക്കലും എത്ര പറഞ്ഞാലും മതി വരില്ല. അത്രയും ദീർഘമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വേദനമായിട്ടുള്ള എന്നാൽ സന്തോഷവും നമ്മളെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ എന്നുള്ള ഒരു സന്തോഷവും ഉളവാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് ഓരോരുത്തരും മനസ്സിലാക്കണം. ആരും ആരെയും പുച്ഛിക്കരുത്, ഇൻസൾട്ട് ചെയ്യരുത്, കുഞ്ഞായിട്ട് കാണരുത്. എല്ലാ സ്ത്രീകളും പ്രസവിക്കുന്നതല്ലേ അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് പുച്ഛിക്കരുത്. ഓരോരുത്തരുടെ വേദന അത്രയും ഭയാനകമാണ്. അത് ഒരു ആണുങ്ങൾക്ക് ഞാനിങ്ങനെ ആണുങ്ങളെ വിമർശിക്കുന്നതൊന്നുമല്ല. പെൺമക്കളായാൽ പോലും ഇതെല്ലാം മനസ്സിലാക്കണം. എല്ലാവർക്കും വേണ്ടി കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ കുഞ്ഞ് പുറത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അത് നെറുകയിൽ കയറാതെ ശ്രദ്ധിക്കണം. കുഞ്ഞ് ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ മുഖത്തോ അല്ലെങ്കിൽ ആ ചെവിക്കുള്ളിലോ പനി വരാതെയും അല്ലെങ്കിൽ ചെവിക്കുള്ളിൽ വെള്ളം കയറി അസുഖം വരാതെയും മൂക്കിനകത്ത് വെള്ളം കയറി പല അസുഖങ്ങളിലേക്ക് എത്തും. അങ്ങനെയൊന്നും വരാതെയും കുഞ്ഞിൻ്റെ ഓരോ മൂവ്മെൻറ്റ് കുഞ്ഞിൻ്റെ കൂടെ ഇരുന്ന് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ് പിന്നീട് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതെല്ലാം നോക്കുന്നതും സ്ത്രീകൾ തന്നെയാണ്. ഒരിക്കലും ഞാനിതൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി പറയുന്നതാണ് എന്ന് തോന്നരുത്. ഇതെല്ലാം വാസ്തവമാണ് ഈ പറയുന്നത്. ഒരിക്കലും സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളോട് ചേർന്നൊന്നും സംസാരിക്കുന്നതല്ല. എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇങ്ങനെയൊന്നും ആരും തയ്യാറായില്ല. 1,00,000-ൽ 1-2 പേര് മാത്രമായിരിക്കും ഇങ്ങനെ അവരുടെ ബർത്ത് വ്ളോഗ് അല്ലെങ്കിൽ അവരുടെ ഡെലിവറി വ്ളോഗ് പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ 1,00,000-ൽ 1-2 പേരായിരിക്കും. അതിന് നമ്മൾ പോസിറ്റീവായിട്ട് കാണുക. ആ വീഡിയോ ഫുള്ളായിട്ട് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ചെന്ന് കാണുക. ഒരു സ്ത്രീക്ക് അവളുടെ ജീവിതത്തിലെ ധന്യമായ മുഹൂർത്തം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നുള്ളതാണ്. ആ ഒരു നിമിഷത്തെ എല്ലാ മനോഭാവങ്ങളും അല്ലെങ്കിൽ ആ ഒരു നിമിഷം അനുഭവിച്ച എല്ലാ വേദനയും പ്രേക്ഷകരുടെ മുന്നിൽ ആ ഒരു മുഹൂർത്തം ഒന്നുപോലും എഡിറ്റ് ചെയ്യാതെ തന്നെ അത്രയും ധന്യമായിട്ടുള്ള മുഹൂർത്തം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചതിന് നമ്മൾ
നല്ല രീതിയിൽ കാണുക, പോസിറ്റീവായിട്ട് കാണുക.